കാണത്തില്ല, തെങ്ങേ കള്ളും കാണത്തില്ല, സന്തോഷമില്ലല്ലോ. കഞ്ചാവ് വിഷവും കാണത്തില്ല. അരിക്കൊമ്പരും ചക്കക്കൊമ്പരുമായിട്ട് നമ്മുടെ പിള്ളേർ പാലക്കാട് ക്രിക്കറ്റ് കളിക്കും. അതിൻ്റെ പേരാ പുതുവാന ഭൂമി. മിണ്ടുന്നില്ലല്ലോ. അതിൻ്റെ ആ വൈക്കോമിനെ അന്ത്യകാലം ഈ ഭൂമിക്ക് വേണ്ടിയാ കാത്തിരിക്കുന്നത്. സഭയെടുക്കപ്പെട്ടാൽ ഒരന്തിമ യുദ്ധം നടക്കും. അതാ തേർഡ് വേൾഡ് വാർ. 4 ദിവസം വേണം പ്രസംഗിക്കുക. അതുകൊണ്ട് ഞാൻ തുടങ്ങത്ത് എന്താ അതിൻ്റെ തുടക്കമാ റഷ്യ ഉക്രൈൻ. ഇതിവിടെ ഒന്നും തീരത്തില്ല. ഇത് അന്ത്യം ഇസ്രയേലിലേക്ക് പോകും. എസെക്കിയേൽ പ്രവചനം 39:1-2. കുഞ്ഞു വായിക്കത്തില്ല, ബൈബിളിൽ ഉള്ളവർക്ക് നോട്ട് ചെയ്യാം. അല്ലയോ മനുഷ്യപുത്ര, നീ ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത്. ആരാ ഗോഗ്? ഇന്നത്തെ മംഗോളിയൻ സാമ്രാജ്യം. മംഗോളിയൻ സാമ്രാജ്യം ആരാ? നോഗയ്ക്ക് 3 മക്കളുണ്ടായിരുന്നു, ഷേം, ഹാം, യാഫേത്ത്. ഉൽപ്പത്തി 2 യാഫേത്തിന്റെ തലമുറകളാ മാഗോഗ്, താദായി, യൂബാൽ. ഇതൊക്കെ മാഗോഗ് സാമ്രാജ്യം. മാഗോഗിൽ 5 കുള്ളന്മാരുണ്ടായിരുന്നു. 1 ചൈന, 2 കൊറിയ, 3 തൈവാൻ, 4 ജപ്പാൻ, 5 ഫിലിപ്പൈൻസ്. പൊക്കം കുറഞ്ഞ എല്ലാം ഒരേ ഷേപ്പ് ഇരിക്കും മാഗോഗ്. അതിൽ നിന്ന് ചാടിയവൻ ആ ഗോഗ്. അതാ ഇന്നത്തെ റഷ്യ, കമ്മ്യൂണിസ്റ്റ് റഷ്യ. നീയാ മനുഷ്യപുത്ര ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയട്ടെ. റോസ്, മേസക്, ട്രൂബൽ. റോസ് റഷ്യ, മേസക് മോസ്കോ, ട്രുബാസ്കോ, ട്രൂബൽ ഇന്നത്തെ സൈബീരിയയുടെ തലസ്ഥാനം. ഇതിൻ്റെ എല്ലാം നേതാവായ കമ്മ്യൂണിസ്റ്റ് റഷ്യയെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. അതല്ലേ ഒന്ന് നടക്കുന്നത്. പുട്ടിനെ എല്ലാവരും വിചാരണ ചെയ്യാൻ പോവുക. സ്വോത്രം. അവൻ റഷ്യയുടെ കാര്യങ്ങളെല്ലാം ഏകദേശം ശരിയാ. UN പോലും അവനെ കുറ്റപ്പെടുത്തുന്നു. ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ താടിയല്ലിൽ ചൂണ്ടൽ കൊളുത്തി 6-1. റഷ്യ 15ആയി വെട്ടിമുറിക്കപ്പെടുമെന്ന് ബൈബിളിലുണ്ട്. അതെല്ലാം എസെക്കിയേലാ. നമുക്ക് സമയമില്ല. അതാ താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്കമെനിസ്ഥാൻ, അസർബൈജാൻ, ഉക്രൈൻ, ലാത്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ, ബെലാറസ്, അർമേനിയ, ജോർജിയ, ചെച്ചിനിയ, സൈബീരിയ, ക്രിമിയ. ഇതാ 15 എണ്ണം ഗർബച്ചോവിൻ്റെ കാലത്ത് വെട്ടിമുറിച്ച്. ഈ 6ൽ കൂടെ നിന്നെ ഞാൻ കടത്തും. അതാ താജിക്ക്, കിർഗ്, കസാക്ക്, ഉസ്ബക്ക്, അസർബൈജാൻ, ഉക്രൈൻ. ഈ റൂട്ട് എവിടെ ചെല്ലുന്നതോ 6-1 ശേഷിപ്പിച്ച് വടക്കേ അറ്റം അട്ടർമോസ്റ്റ് റഷ്യ. വടക്കേ അറ്റം കിടക്കുന്ന സൈബീരിയ. അവിടെ നിന്ന് സ്കെയിലെടുത്താൽ സിറിയ. വടക്കേ അറ്റത്തുനിന്ന് പുറപ്പെടുവിച്ച് നിന്നെ ഞാൻ ഇസ്രായേൽ പർവ്വത നിരകളിൽ എത്തിക്കും. അർത്ഥം ഗോലാംകുന്ന് വഴി ഇസ്രായേലിന്റെ മണ്ടയ്ക്ക് ആരടിക്കും? റഷ്യ അടിക്കും. അതുകൊണ്ട് ദൈവദാസന്മാരെ കാക്കണം. ഇതുവരെ 2 ചേട്ടന്മാർ പ്രൈസലോടും കൊടുക്കത്തില്ല, അല്ലേലിയും കൊടുക്കത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ അവന്മാർ 2 ഒരു ചട്ടി ഇരുന്ന് ചാപ്പാട് കഴിക്കുന്നു. ആരാന്നറിയാമോ? സൗദി അറേബ്യ, ഇറാനും. കരം ഉയരുന്നില്ലല്ലോ. സ്വോത്രം. ചൂളമടി തുടങ്ങി. നമ്മളിപ്പോഴും കുഴിമന്തി നോക്കിയിരിക്കുക. സ്വോത്രം. യവന്മാരെല്ലാം ഒരുമിച്ചുകൊണ്ടിരിക്കുക. അന്ത്യകാലമായി പേപ്പർ വായിക്കണം. അന്ത്യദിനത്തിലേക്ക് ലോകം 2 ചേരൽ. ദൈവസഭ എടുക്കപ്പെട്ടാൽ 3-ാം ലോകമഹായുദ്ധം. അത് കഴിഞ്ഞാൽ ലോകം തീരത്തില്ല. ലോകത്തെ ഭരിക്കുവാൻ ഒരുവൻ വരും. യേശുക്രിസ്തുവിന്റെ ഒരുമല പ്രഭാഷണം മത്തായി 24:3-4-5. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന് ലോകത്തിന്റെ അവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. യേശു പറഞ്ഞ അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പിളതാ ഇല തളിർക്കുമ്പോൾ വേനൽ. ഇസ്രായേലിന്റെ വിഷയത്തിൽ റഷ്യയുമായി അന്തിമയുദ്ധം നടക്കുമ്പോൾ തന്നെ ഒരുവൻ അടുക്കവാതുക്കൽ. അവൻ അടുക്കവാതുക്കൽ. യേശുവല്ല, വരാൻ പോകുന്നു എതിർ ക്രിസ്തു. ലോകമാരുടെ കയ്യിൽ പോകും? ഒരുവന്റെ കയ്യിൽ പോകും. അതിൻ്റെ പേരാ ന്യൂ വേൾഡ് ഓർഡർ. ഏകലോക ഭരണം. ബൈബിളിനകത്തുണ്ടോ? ഒരുവൻ ലോകത്തെ ഭരിക്കും. വായിച്ചാട്ട് കുഞ്ഞെ വെളിപ്പാട് 13:1-2 വാക്യങ്ങൾ. വെളിപ്പാട് 13:1 വായിക്കാം. ആദ്യം വായിച്ചാട്ടെ. അപ്പോൾ 10 കൊമ്പും. കറക്റ്റാ വെളിപ്പാട്. എപ്പോഴെന്ന് നിങ്ങൾ ചോദിച്ചാൽ ആഫ്റ്റർ ദ തേർഡ് വേൾഡ് വാർ. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും ഉള്ളൊരു മൃഗം, തലയിൽ ദൂഷണനാമങ്ങളും ഉള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. കയറുന്ന അവിടെ നിൽക്കേണ്ട വാക്യം മാറ്റല്. 1 10 കൊമ്പ്, 2 7 തല, 3 കൊമ്പുകളിൽ 10 രാജമുടി, ദൂഷണ നാമം നിറഞ്ഞൊരു മൃഗം. ക്ലിയർ ആയിക്കോണം. ആരാ 10 കൊമ്പ്? കറക്റ്റായിട്ട് പഠിച്ചോണ്ടേ ഇറങ്ങാം. 5 മിനിറ്റ് ഇരുന്നാല്. 12 രാജ്യങ്ങളാ യൂറോപ്യൻ യൂണിയൻ. 2001 EU വരുമ്പോൾ 27 രാഷ്ട്രങ്ങളായിരുന്നു യൂറോപ്യനകത്ത്. 27 പേര് ഇപ്പോഴും ഉണ്ട്. വോട്ടവകാശമുള്ളത് 12 രാജ്യങ്ങൾ. ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസബർഗ്, നെതർലാൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. ഇതിൽ 2 എണ്ണത്തിന് ദൈവം അങ്ങ് വെട്ടും. അതിലൊന്ന് നമ്മുടെ പിള്ളേർ പോയിരിക്കുന്ന ബ്രിട്ടൻ. റഷി സുനക് കുഴഞ്ഞുകൊണ്ടിരിക്കുക. ഇത് പതിയെ പോകും. അതിൻ്റെ പേരാ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് അവട്ടാവും. അതിൻ്റെ പേരാ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രത്തിൽ വന്നു ബ്രെക്സിറ്റ്. പൗണ്ടിൽ നിന്ന് മാറി അവൻ ഇറങ്ങാൻ പോവുക. അതിനിടയ്ക്ക് ഒരുത്തം മതിലിയാട്. അവൻ്റെ പേരാ ഗോമേര് അഥവാ ജർമ്മനി. IPC നിന്ന് ഷാരൂനിൽ നിന്ന് ചർച്ച് ഓഫ് ഗോഡിൽ നിന്ന് ന്യൂ ഇന്ത്യ, അവസാനം ഫുൾ ഗോസ്പൽ. അങ്ങനെ വരുന്ന ഒരുവനുണ്ട്. അവൻ്റെ പേരാ ഗോമേര്, ജർമ്മനി. യവൻ മാറിയാൽ കറക്റ്റ് 10 കൊമ്പാവും. 2 7 തല. ദൈവമക്കൾ ചിന്തിക്കണം. വെളിപ്പാട് 17:8-9 വായിക്കണ്ട. ഇവിടെ ജ്ഞാനം കൊണ്ട് ആരംഭം. സ്ത്രീ ഇരിക്കുന്ന തല,
7 മലയാകുന്നു. അങ്ങനെ 7 മലയുള്ളൊരു സ്ഥലമുണ്ട് ഇന്നത്തെ ഇറ്റലിയിലെ ടൈബർ നദി. ടൈബർ നദിക്കപ്പുറം 7 ഹിൽസ് ഉണ്ട്. ക്യാപിറ്റോളിൻ, പാലിറ്റേലിയൻ, അവൻറ്റേൻ, കൊറിയൻ, വിമിനൽ, എസ്കലൻ, ജാനിക്കുലൻ. അതിൻ്റെ നടുവിൽ ഒരു സിംഹാസനമുണ്ട്. അതാണ് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ. അതാ വെളിപ്പാട് 13:11. ഒന്നാമത്തെ മൃഗം ഭൂമി, രണ്ടാമത്തെ മൃഗം എവിടെ? ഒന്നാമത്തെ മൃഗം സമുദ്രം, രണ്ടാമത്തെ മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. കുഞ്ഞാടിനുള്ളത് പോലെ 2 കൊമ്പ്. അതാ കത്തോലിക്ക സഭയുടെ അധ്യക്ഷനൊന്നുമല്ല, ആന്റി ക്രൈസ്റ്റ്. പുറകെ വായിച്ചേരാ. ഇതിന് റൂട്ട് ഒരുക്കുന്നു. അതുകൊണ്ട് ആ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ അബുദാബി, ബഹറിൻ, റൊമേനിയ, മിണ്ടുന്നില്ല. അത് കഴിഞ്ഞിട്ട് കാനഡ, വാൻകൂവർ, സകലയിടത്തും പോകുന്ന കണ്ടില്ലേ? സ്തോത്രം. മോഡി സാർ വന്ദേ ഭാരത് ഉദ്ഘാടനം ചെയ്യാൻ വന്ന് കോംപ്ലാനി പറഞ്ഞ എന്തോന്നറിയോ? ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞ എന്താണെന്നറിയാമോ? സ്വോത്രം. ആരെ ഇവിടെ ഇറക്കണം? കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനെ ഇറക്കണമെന്ന്. സ്വോത്രം. മിണ്ടുന്നില്ലല്ലോ. ആ പാമ്പ്ലാനിയാ പറഞ്ഞ BJP നല്ലതാണ്, പക്ഷേ സുഖിയം കൊടുത്തായിരുന്നു, അതിനകത്ത് മൊട്ട സൂചി ഉണ്ടെന്ന് അറിഞ്ഞില്ല. അവസാനം മണിപ്പൂർ കുത്തിയപ്പോഴാണ് അറിഞ്ഞ. സ്വോത്രം. കഴിഞ്ഞ ആഴ്ച തലശ്ശേരി ഞാൻ വെച്ചങ്ങ് കൊടുത്തു. സ്വോത്രം. ഞാൻ ഒരു രാഷ്ട്രീയക്കാരെ കുറ്റം പറയത്തില്ല. സ്വോത്രം. അപ്പം മത നേതാക്കളെയും പറയത്തില്ല. ഇവരെല്ലാം കാണാൻ പോയി. ആര്? മോഡി സാറിന്. കത്തോലിക്കർ കാണാൻ പോയി, പാത്രക്കീസുകാർ കാണാൻ പോയി, യാക്കോബക്കാർ കാണാൻ പോയി. 4 പേര് അതിൽ നിന്ന് മാറി നിന്ന്. 1 ബെന്തിക്കോസുകാർ, 2 ഇവാഞ്ചലിക്കൽക്കാർ, CSIക്കാർ, മർത്തോമാക്കാർ. അവർ പറഞ്ഞു ഒരു കോംപ്ലാനും വേണ്ട, ഞങ്ങൾ മാറിയിരിക്കുമെന്ന്. സ്വോത്രം. കണ്ടില്ലേ? ഇവരെല്ലാം പോയത് കള്ളക്കേസ് എഴുതി തള്ളാനല്ല, വേറൊന്നുമല്ല. സ്വോത്രം. പറഞ്ഞുതരാം. എന്തിനാ വിഷമിക്കുന്നത്? നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ആരും കൊച്ചിനായി കരക ഒന്നും ചെയ്യത്തില്ല. സ്വോത്രം. നിങ്ങൾക്ക് തിരുവനന്തപുരം ചെങ്കൽച്ചൂള എന്ന് പറയുന്ന സ്ഥലം എല്ലാവർക്കും അറിയാം. ആ കർത്തദാസിന് അറിയാം, പുറകെ ഇരിപ്പുണ്ട്. സ്വോത്രം. അവിടെ 50,000 രൂപയായിരുന്നു ഒരു കാല് വെട്ടുന്നതിന്. അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ? 75,000 രൂപയായിരുന്നു കൈ വെട്ടുന്നതിന്. 3 ലക്ഷം രൂപയായിരുന്നു ഒരുത്തനെ കുത്തുന്നതിന്. 7 ലക്ഷം രൂപയായിരുന്നു കൊല്ലുന്നതിന് ഒരു കാലത്ത് 2013. അന്ന് ഇവിടുത്തെ IPCയോടെ നിങ്ങളിരിക്കുന്ന ജാരോൻ്റെയോ ചർച്ചക്കോടിൻ്റെയോ പെന്തിക്കോസിൻ്റെ ഒറ്റ നേതാക്കൾ അവിടെ വരത്തില്ല. ഞാനൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ഇത് വന്നതുകൊണ്ട് എനിക്ക് നല്ല പരിചയമായിരുന്നു. അവിടെ കീബോർഡ് വായിക്കുന്ന ഒരു ചെറുപ്പക്കാരുണ്ടായിരുന്നു, സ്റ്റാൻലി. ഞങ്ങൾ 2 പേരും 6 പലകയിട്ട് ചെങ്കൽച്ചൂളയിൽ 2011 പ്രസംഗിച്ചു തുടങ്ങി. എന്തിനാ? മാനസാന്തരത്തിന് വേണ്ടി. അന്നത്തെ കാലത്ത് വഴിയെ പോകുന്നവർ എന്താ ചെയ്യുന്നത്? കാക്കിച്ച് തുപ്പുന്നു, എന്തെല്ലാം ചെയ്യുന്നത്. എങ്കിലും ഞങ്ങൾ യേശു രക്ഷകനെന്നങ്ങ് വിളിച്ചു. സ്വോത്രം. അവസാനം എത്ര എണ്ണത്തിനെ കിട്ടിയെന്നറിയാമോ? ലങ്ക കുമാർ, തീർന്നില്ല. മൊട്ടമൂട് ഫെലിക്സ്, പേട്ട ബൈജു, കുണ്ടുകാട് കൊച്ചുമോൻ, എല്ലാവരും കയ്യും കാലിനും നടന്നവൻ ഇന്ന് വചനമെടുത്തുകൊണ്ട് ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്വോത്രം. മനസ്സിലാക്ക്. ഇന്ന് കേരളത്തിലെ ഉന്നതനായ ഒരു ADGP എന്നോട് പറഞ്ഞു, എൻ്റെ പാസ്റ്റർ, ഞങ്ങൾ എത്ര വിചാരിച്ചിട്ട് ഇതിനകത്ത് രാത്രി കയറാൻ പേടിയ എന്ന് സുവിശേഷം പ്രസംഗിച്ചു. ഇവിടെ ഇപ്പം സമാധാനത്തിൻ്റെ നാടായി. സ്വോത്രം. ഇന്ന് രാത്രി പറയണ ഏത് മനുഷ്യനെ മാനസാന്തരപ്പെടുത്തുവാൻ ജീവന്റെ വചനത്തിന് കഴിയും. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി മനസ്സിലാക്കണം. അതുകൊണ്ട് ഞങ്ങൾക്കങ്ങ് ആരെയും പേടിക്കേണ്ട ഒരു കാര്യമില്ല. സ്വോത്രം. അവരാരും ഒന്നും ചെയ്യത്തില്ല, ഒരുത്തനും ഒന്നും ചെയ്യത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞ് കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? ഇവരെല്ലാം ഇപ്പം പറയുന്ന മോഡി സാറിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മാർപ്പാപ്പായെ കൊണ്ടുവരണം. ആൻഡ്രൂസ് താഴത്ത് എഴുതി കൊടുത്ത പേപ്പറിൻ്റെ ഇരിപ്പുണ്ട്. അങ്ങനെയെങ്കിൽ ഒരന്തിമ യുദ്ധത്തിൻ്റെ കളമാണ് ഇവിടെ വരാൻ പോകുന്നത്. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഗോത്രത്തിന്മേലും ഭാഷമേലും ജാതിമേലും അവൻ അധികാരം ലഭിച്ചെങ്കിൽ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ആഗോള വ്യാപകമായി ഒരേകം ലോക മതത്തെ കൊണ്ടുവരും. 7 ഹിൽസ്, 10 തല. അത് കഴിഞ്ഞ് രാജമുടി. സഖാവ് പിണറായി ഒറ്റയ്ക്കല്ല കേരളം. അതിൻ്റെ കൂടെ രാജീവുണ്ട്, രാജേഷുണ്ട്, ബാലഗോപാലുണ്ട്, വീണയുണ്ട്. രാജമുടി അവൻ്റെ ഭരണത്തെ കാണിക്കുന്നു. ദൂഷണ നാമ അനവധി പേര്. എതിർ ക്രിസ്തു, തുമ്പകെട്ടയുടെ നാശയോഗ്യൻ, വരുവാനിരിക്കുന്ന പ്രഭു, അധർമ്മത്തിൻ്റെ മർമ്മം. ഇത്രയും പേരുള്ളവൻ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു. അടുത്ത വാക്ക് വായിച്ചാട്ട് കുഞ്ഞെ. അത് പുള്ളിപ്പുലി. വായിക്കാം. അടുത്ത വാക്ക് 2-ാം വാക്യം. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും. ശ്രദ്ധയോടെ ഇരിക്കണം. ഇത് പ്രവചനമാ, കാനാവിലെ കല്യാണമല്ല. ആരാ പുള്ളിപ്പുലി? പറഞ്ഞു തരാം. ആരാ പുള്ളിപ്പുലി? തകർന്നു പോയ ഗ്രീസ് സാമ്രാജ്യം, ഒറ്റക്കൊമ്പൻ അലക്സാണ്ടർ, നമ്പർ 1. അടുത്തത് അതിന്റെ കാൽ. വായിച്ചാട്ട് മക്കളെ. അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും. ദാര്യാവേശും കോരശും മേദ്യപാർസ്യ സാമ്രാജ്യം അഥവാ ഇന്നത്തെ ഇറാൻ, പെൺകൊച്ചുങ്ങളുടെ തലയിൽ മുണ്ടിടാതെ വെടിവെച്ച് കൊല്ലുന്ന ഇറാൻ, ഇവരെല്ലാം സപ്പോർട്ട് കൊടുക്കാൻ പോവുക. അടുത്ത വാക്ക്. അതിന് വായ് സിംഹത്തിന്റെ വായ് പോലെയും. IS തീവ്രവാദികൾ ഇറാഖ്, മനുഷ്യന്റെ തലയിറക്കുന്നവൻ സിംഹമുഖം ഇറാഖ്. അതിന് വലിയ ശക്തി. വായിച്ചാട്ടെ. അതിന് മഹാസർപ്പം. മഹാസർപ്പം ഏതനി കണ്ട കുഞ്ഞു പാമ്പ് സാത്താൻ. മഹാസർപ്പം വലിയ ശക്തിയും തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. മസിൽ പവർ, മണി പവർ, ക്രൗൺ പവർ. യേശു പറഞ്ഞു അവനടുക്ക വാതിൽക്കൽ. യോഹന്നാൻ. അപ്പോൾ ആഫ്റ്റർ ദ തേർഡ് വേൾഡ് വാർ 10 കൊമ്പ്, 7 തല, കൊമ്പുകളിൽ 10 രാജമുടി, ദൂഷനാമം നിറഞ്ഞൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. പുള്ളിപ്പുലിക്ക് സദൃശം, കാൽ കരടിയുടെ കാൽ, വായ് സിംഹമുഖം. അതിന് മഹാസർപ്പം വലിയ ശക്തിയും അധികാരവും സിംഹാസനവും കൊടുത്തു.
ഇങ്ങനെ ഒരു പുള്ളിക്കാരൻ ഭരണത്തിൽ വരുമെന്ന് നമുക്കറിയാമോ, നാട്ടുകാർക്ക് അറിയാമോ? സ്വോത്രം. നമ്മുടെ ബാർക്കോട് നടന്നപ്പോൾ കേരള നിയമസഭയിൽ നമ്മുടെ അന്തരിച്ച മാണി സാറും സഖാ VS ആയിട്ട് ഒരു ചക്കളത്തി പോരാട്ടം. മാണി സാർ എഴുന്നേറ്റ് പറഞ്ഞ് ഏഷ്യാനെറ്റ് ഇപ്പോഴും കിടപ്പുണ്ട്, സാർ അന്തിക്രിസ്തു വരാറായി. മിണ്ടുന്നില്ലല്ലോ. ഉടനെ നമ്മുടെ സെഞ്ചുറി അടിച്ച സഖാ VS പറഞ്ഞില്ലേ, സാർ ഒരുവൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ കേടാത്ത തീയും ചാകാത്ത പുഴുവും. മിണ്ടുന്നില്ലല്ലോ. പാലക്കാട്ട് ആരെങ്കിലും പരിശോധന പറഞ്ഞിട്ടുണ്ടോ? കർത്താവ് കാര്യം കാണാൻ സഖാവിനെ എടുത്തു. എന്താ കാര്യം? നിങ്ങൾ വിചാരിക്കും കണ്ണമൂല സെമിനാരിയിൽ പോയോ, അല്ലെങ്കിൽ തൃശ്ശൂർ ബൈബിൾ കോളേജിൽ പോയി? എങ്ങും പോയില്ല. അദ്ദേഹത്തിന്റെ വലത്തുഭാഗത്ത് ഒന്നാം തരം ഒരു ബ്രദറുകാരെ ഇരിപ്പുണ്ട്. സ്വോത്രം. അദ്ദേഹത്തിന്റെ പേരാ ജോസഫ് C. മാത്യു സാർ. അദ്ദേഹം എഴുതി കൊടുത്ത സാറ് പറഞ്ഞോളാം. കണ്ടില്ലേ? ഇന്ന് എല്ലാ രാഷ്ട്രീയക്കാരും കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയുടെ ചരമം നടന്നപ്പോൾ VD സതീശൻ പറയുന്ന കേട്ടോ, ശതാധിപൻ പറഞ്ഞു അയ്യോ അവന് യാതൊരു കുറ്റമില്ലെന്ന് വിശുദ്ധ ബൈബിൾ. മിണ്ടുന്നില്ലല്ലോ. സ്വോത്രം. ഞാൻ ഈ അടുത്ത സമയത്ത് സെക്രട്ടേറിയറ്റിൽ പൊതുഭരണ വകുപ്പിൽ ഒരു ആവശ്യത്തിന് പോയപ്പോൾ നമ്മുടെ തൃപ്പൂണിത്തറക്കാരൻ സ്വരാജ് അവിടെ നിന്ന് പ്രസംഗിച്ച് എൻ്റെ ചങ്ക് കീറിപ്പോയി. ആ പുള്ളി പറയുക, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിന്. എത്ര നല്ല ബൈബിൾ. കടതുരുത്തി കോട്ടയം കറുത്തരാശ വിട്ടിട്ടുണ്ട്. കോട്ടയം മൊത്തം ഞാൻ തീർത്ത് ലെവലാക്കിയതാ. കടതുരുത്തി IPCയുടെ കൺവെൻഷൻ പ്രസംഗിക്കാൻ മോൻസ് ജോസഫ് സാർ വന്നിരിക്കുക. 2 മിനിറ്റ് എടുത്തപ്പോൾ പുള്ളി പറയുക മറ്റൊരുത്തനിലും രക്ഷയില്ലെന്ന്. സ്വോത്രം. ഞങ്ങളുടെ കാര്യവും പോയി. മിക്കവാറും മൈക്ക് അവരെ ഇല്ല. സ്വോത്രം. എല്ലാവരും ബൈബിൾ എടുത്തില്ലേ? അന്ത്യകാലമായില്ലേ? സഖാവ് പറഞ്ഞില്ലേ, ഒരുവൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയ കെടാത്ത തീയും ചാകാത്ത പുഴുവും. സ്വോത്രം. മലമ്പുഴയെന്ന് പോയപ്പോഴേ പറഞ്ഞതാ, യവൻ്റെയൊക്കെ പരിപ്പോടെ തിന്നിട്ട് ഞാൻ പോകുമെന്ന്. സ്വോത്രം. 101 അടിച്ചിട്ടിരിക്കുക. ഉടനെ എങ്ങും പോകത്തില്ല ജേക്കബ് സാറേ. നിങ്ങളൊക്കെ 81 ആയതേ ഉള്ളൂ. 101 നിൽക്കുക. സ്വോത്രം. ഉമ്മൻചാണ്ടിയുടെ ചരമയാത്രയും കണ്ടിട്ടിരിക്കുന്നെന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് എന്നോട് പറഞ്ഞു. സ്വോത്രം. അടുത്തതും കാണും. കണ്ടോ? ഇതെല്ലാം കാണും. അന്ത്യകാലമായെങ്കിൽ ഒരുവൻ ഭരണത്തിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് സംശയം, ലോകം ഒരുവൻ എങ്ങനെ ഭരിക്കും? 198 രാഷ്ട്രം, 70ഓളം ഉപ റിപ്പബ്ലിക്, 262 UN രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 7 ഖണ്ഡങ്ങൾ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഇതെല്ലാം കൂടെ ചേർന്ന് 7 ഭൂഖണ്ഡങ്ങൾ, ഏഷ്യ, ആഫ്രിക്ക എല്ലാം. ഒരുവൻ ഭരിക്കണമെങ്കിൽ ഇവിടെ ഒരു വല വരണം. ഏതാ വല? കിണറിനകത്തിടുന്ന നെറ്റല്ല, വീട്ടിൽ ചെലന്തി അടിക്കുന്ന വലയല്ല. ഒരു വല ഇവിടെ വന്നു കഴിഞ്ഞു. ആ വലയുടെ പേരാ ഇന്റർനെറ്റ്. കരമുയരുന്നില്ലല്ലോ. സ്വോത്ര. ആ വല ഇവിടെ വന്നു കഴിഞ്ഞു. അതാണ് ലോകമാസകലം കമ്പ്യൂട്ടർ വരും. ഇനി ബൈബിളിലേക്കും കമ്പ്യൂട്ടറിലേക്ക്, ഇന്റർനെറ്റ് മർഡറിലേക്ക്. എന്താ കമ്പ്യൂട്ടർ? ഇന്ന് നിങ്ങളുടെ ഏത് കമ്പ്യൂട്ടറിനകത്തും എവിടത്തേക്കും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ 3 കാര്യം ടൈപ്പ് ചെയ്യണം. www. അതിൻ്റെ ഇംഗ്ലീഷ് വേൾഡ് വൈഡ് വെബ്സൈറ്റ്. അതാ ഫേസ്ബുക്ക് ആയാലും ട്വിറ്റർ ആയാലും യൂട്യൂബ് ആയാലും ഏത് ആപ്ലിക്കേഷൻ പോയാലും നിങ്ങളുടെ മൊബൈൽ അത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഇത് അടിക്കാതിരിക്കുന്നത്. www. എന്താ W? യഹൂദന്റെ അക്ഷരമാല. ദൈവകുഞ്ഞുങ്ങൾ കേൾക്കണമേ. യഹൂദന്റെ അക്ഷരമാല. യഹൂദന്റെ അക്ഷരമാലയിൽ 6ാമത്തെ അക്ഷരമാ W. വാവ്. പറഞ്ഞു തരാം. ഇംഗ്ലീഷ് അക്ഷരമാല A1, B2, C3, D4, E5, F6. പക്ഷെ യഹൂദന്റെ ഇംഗ്ലീഷിലുള്ള അക്ഷരം A1, A6, D12, C18, D24, E30, F36. 6ന്റെ ഗുണിതം കമ്പ്യൂട്ടർ അടിച്ചാൽ കിട്ടാൻ പോകുന്നു 666. പറഞ്ഞുതരാം. കമ്പ്യൂട്ടർ = 666. നോട്ട് ചെയ്യുന്നവർക്ക് നോട്ട് ചെയ്യാൻ ഞാൻ വായിച്ചു തരാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ബൈബിളിനകത്ത് യഹൂദന്റെ 6 ഉണ്ടോ? 119 സങ്കീർത്തനം ഇപ്പൊ എടുക്കണ്ട, വീട്ടിൽ ചെന്ന് നോക്കിയാൽ മതി. ഓരോ പാരഗ്രാഫ്, 1 ആലേഫ്, 2 ദാലത്ത്, 3 മേം, അവസാനം 6ന്റെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ട്. വാവ്. W. യൂതുകേ വൗഹേ. അത് 666. ദാ വരുന്നു. നിങ്ങളുടെ പഴയ മൊബൈലിനകത്ത് എല്ലാത്തിലും 6ന്റെ സംഖ്യയുടെ സ്ഥാനത്ത് അടിക്കുന്നത് MNO. ഇറാഖിലെ നായാട്ടുപേരിന്റെ സംഖ്യ 666. അത് തന്നെ ലോകം ഒരുവന്റെ കയ്യിൽ കമ്പ്യൂട്ടറിലേക്ക് വരുന്നതെങ്കിൽ ഇന്നത്തെ കമ്പ്യൂട്ടർ, ശ്രദ്ധയോടെ ഇരിക്കണം, ഇന്നത്തെ കമ്പ്യൂട്ടറിനകത്ത് 666. നോട്ട് ചെയ്യുന്നവർക്ക് നോട്ട് ചെയ്യാം. COMPUTR കമ്പ്യൂട്ടർ. അതിന്റെ ഗുണിതം പറഞ്ഞു തരാം. COMPUTR. അതിന്റെ ഓരോ അക്കങ്ങൾ എഴുതിക്കോ. C18, O90, M78, P96, U126, T120, E30, R108 സമം 666. One more time, I am revising this evening. C18, O90, M78, P96, U126, T120, E30, R108. സംശയമുണ്ട്? യോഗത്തിന്റെ അവസാനം പറയാം. 666. ഇന്നത്തെ സിസ്റ്റം മുഴുവൻ ഒരുവനിലേക്ക് പോയി. കമ്പ്യൂട്ടറിന്റെ ഉപജ്ഞാതാവ്. എവിടാ കമ്പ്യൂട്ടർ തുടങ്ങിയത്? ഇനിയുള്ള കാര്യം ചെറുപ്പക്കാരെല്ലാം കേട്ടോണം.
1945 അമേരിക്കയിലെ ഫിലാഡൽഫിയയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ P1 നോർമൽ ടൈപ്പിംഗ്. രണ്ടാമത്തെ കമ്പ്യൂട്ടർ 1961 അത് അമേരിക്ക ഫിലാഡൽഫിയ P2. 3 പെന്റിയം 3 അമേരിക്ക. 4 P4 പാലക്കാട് ടൗണിലിറങ്ങി. 1987 ട്രെയിൻ ബുക്ക് ചെയ്യാം, സ്വാഭാവികം പ്ലെയിൻ ബുക്ക് ചെയ്യാം. അത് ജിയിലേക്ക് കടന്നില്ല. കാലാന്തരത്തിൽ ഇന്ന് പാലക്കാട് ഇവിടം വരെത്തി 4G 4.5G വരാൻ പോകുന്നു 5. അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടറിന്റെ കാര്യം ലോകം എങ്ങനെ ഒരുവൻ ഭരിക്കും? മലയാളം. ഇന്ന് ഇവിടെ നടക്കുന്ന യോഗം ഈ ലൈവ് കൊടുക്കുമ്പോൾ എൻ്റെ ദുബായിലിരിക്കുന്ന സുഹൃത്ത് കാണാൻ പറ്റും. WW ഫെയ്ത്ത് പിന്നെ ഫുൾ ഗോസ്പൽ ചർച്ച് പാലക്കാട് അടിച്ച സൈറ്റിൽ കയറി വരും. കണ്ടില്ലയോ ഇവിടെ നടക്കുന്ന? 1. 2 നമ്മുടെ കൊച്ചു പയ്യൻ ജിത്തുമോൻ, കൊച്ചുമോൻ, അവനിപ്പം ചെന്നൈയിൽ ക്രിക്കറ്റ് കളി കാണാൻ പോകണം. കോവിഡ് കഴിഞ്ഞിട്ട് അമ്മച്ചിയുടെ ഒരു കാശും ഇല്ല. അവിടെ പോണേ 40,000 രൂപ വേണം. അപ്പോൾ എന്തോ ഇത് യവന് ക്രിക്കറ്റ് കളിയാണ്. അമ്മച്ചി 100 രൂപയ്ക്ക് 1000 രൂപയ്ക്ക് എന്ത് ചെയ്തെന്നറിയാമോ? 300 രൂപയ്ക്ക് നെറ്റ് ചാർജ് ചെയ്തു. ഈ നെറ്റ് ചാർജ് ചെയ്തപ്പോൾ ഒരു സംഭവം നടന്നു. ഈ കൊച്ചുമോൻ ഇവിടെ പാലക്കാട് ടൗണിൽ ഒരു മരത്തിന്റെ മേളിൽ കയറി WW10 സ്പോർട്സ് അടിച്ചപ്പോൾ ചെന്നൈ നടക്കുന്ന IPL അവന്റെ മൊബൈലിൽ കണ്ടു. ലോകം വിരൽത്തുമ്പിൽ. 3ാമത്തെ കാര്യം, നമ്മുടെ പാലക്കാട് നിന്ന് ഒരച്ചായൻ അമേരിക്കയിൽ പോയി. പാലക്കാട് നിന്ന് ന്യൂയോർക്കിൽ താമസിക്കുന്ന അച്ചായൻ, തോമാച്ചായൻ. പാലക്കാട് വീടുണ്ട്, ഗേറ്റെല്ലാം സറൗണ്ട് ചെയ്തിരിക്കുക. രാവിലെ വീട്ടിൽ കാര്യങ്ങൾ നോക്കി ഒരു ചെറുപ്പക്കാരൻ വരും, പയ്യൻ. അവൻ അവിടെ വന്നപ്പോൾ അച്ചായൻ പാലക്കാട്ട് നിൽക്കുന്ന വീട്ടിലെ ക്യാമറ വഴി ന്യൂയോർക്കിൽ നിന്ന് വീട് കണ്ടു. വീട് കണ്ടപ്പോൾ എന്താ സംഭവിച്ചത്? ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നീ എന്തിനാ വന്നത്? ഉടനെ ചെറുപ്പക്കാരൻ പറഞ്ഞു, എടുത്തെടുക്കാനാ വന്നത്. അച്ചായനിരിക്കുന്ന ന്യൂയോർക്ക്, വീട് പാലക്കാട്, ക്യാമറ വഴി കണ്ടിട്ട് വാട്സാപ്പിൽ കൂടി സംസാരിച്ചു. 5ാമത്തെ സംഭവം. 4ാമത്തെ ഒരു സംഭവം ഇന്ന് കേൾക്കണേ. ഇവിടെ പാലക്കാട് ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞപ്പോൾ പയ്യൻ കുവൈറ്റിലേക്ക് പോയി. ആ സമയത്ത് പെൺകുട്ടിക്ക് ഒരു വിശേഷം. പാലക്കാട് ഗവൺമെന്റ് ആശുപത്രിയിലോ അല്ലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നു. അമ്മയും മോളൂടാ പോയത്. ഗൈനക്കോളജിസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു 1000 രൂപ കൊടുക്ക്, അൾട്രാസൗണ്ട് എടുക്കാൻ പറഞ്ഞു. അൾട്രാസൗണ്ട് എടുക്കാൻ റേഡിയോളജി കയറി. ഒരു പെൺകൊച്ച് അൾട്രാസൗണ്ട് എടുത്തി വെച്ചിട്ട്, മോളെ ചേട്ടൻ എവിടെ? അപ്പം പറഞ്ഞു, ചേട്ടൻ കുവൈറ്റിലാന്ന്. എന്തോ ജോലി? സ്റ്റോർ കീപ്പർ, കൊക്കക്കോള. ഉടനെ പറഞ്ഞു, മെയിൽ ID ഉണ്ടോന്ന്? സ്വോത്രം. പെൺകൊച്ച് പറഞ്ഞു, മെയിൽ ID ഉണ്ട്, തരാന്ന്. ഒറ്റയടി സ്കാനിനകത്ത് യൂണിറ്റിൽ നിന്ന് തൻ്റെ ഭാര്യയുടെ ഉള്ളത്തിൽ വളരുന്ന പിഞ്ചു കുഞ്ഞിന് 14 കമ്പ്യൂട്ടർ കുവൈറ്റിൽ ഇരുന്ന് കണ്ടു. ഇതിന്റെ പേരാ ലോകം വിരൽത്തുമ്പിൽ. WW. ഇതാ ലോകം ഒരുവൻ ഭരിക്കും. അതാ വരാൻ പോകുന്ന ഇന്റർനെറ്റ് യുഗം. അങ്ങനെയെങ്കിൽ ബൈബിളിനകത്ത് 5W ഉണ്ട്. കമ്പ്യൂട്ടറിലേക്ക് ഞാൻ വരാൻ പോവുക. എന്താ 5W? ആന്റി ക്രൈസ്റ്റ് എവിടെ നിന്ന്? വായിച്ചു തുടങ്ങുന്നു. നിർത്തി കുഞ്ഞു വായിച്ചു തരണം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 3, 4, 5, 6, 7. നിങ്ങളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കണം, നിങ്ങൾക്ക് പ്രസംഗിക്കാം. വെളിപ്പാട് 13-ന്റെ 3, 4, 5, 6, 7. ആന്റി ക്രൈസ്റ്റ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ W on wow. വായിക്കാം. അതിന്റെ തലകളിൽ 1 മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. 1 മുറിവിന്റെ ഇംഗ്ലീഷ് ചെറുപ്പക്കാർക്കെല്ലാം നോട്ട് ചെയ്യാം. വൂണ്ടഡ്. അതാ വരാൻ പോകുന്നു സിറിയയിൽ നിന്ന് ആന്റി ക്രൈസ്റ്റ്. ആരാന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. Number 1, he is a wounded man. 1ാമത്തെ W, Antichrist indicated in W, the letter performing wounded man. 2ാമത്തെ W വായിച്ചട്ടെ. അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. സർവ്വഭൂമിയും മൃഗത്തെ കണ്ടു വിസ്മയിച്ചു. വിസ്മയത്തിന്റെ മലയാളമാ അതിശയം. ദാനിയേൽ പ്രവചനമുണ്ട് നയബുദ്ധിയാൽ. അതിശയത്തിന്റെ ഇംഗ്ലീഷ് വണ്ടർഫുൾ. സഹോദരന്മാരെ സഹോദരിമാരെ എല്ലാം കൈക്കലാക്കും. വണ്ടർഫുൾ. വെള്ളക്കുതിര W, അതിന്റെ പേരാ വണ്ടർഫുൾ. അടുത്ത വാക്ക് വായിച്ചാട്ട് കുഞ്ഞെ. മൃഗത്തിന് അധികാരം കൊടുത്തത് കൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. നമസ്കാരം, അതിന്റെ പേരാ വർഷിപ്പ്, ആരാധന എന്ന് മലയാളം. അത് 3ാമത്തെ W ആയി. വർഷിപ്പ്. നമ്പർ 1 wounded, നമ്പർ 2 വണ്ടർഫുൾ, നമ്പർ 3 വരുന്നു വർഷിപ്പ്, നമ്പർ 4 4ാമത്തെ W വായിച്ചട്ടെ. മൃഗത്തോട് തുല്യനാർ. അടുത്ത വാക്ക്. അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയും? അടുത്തത് എന്ന് പറഞ്ഞ് മൃഗത്തെയും നമസ്കരിച്ചു. അടുത്ത വാക്ക്. വമ്പ്, ദൂഷണം അഥവാ സാത്താൻ ലോകത്തോട് സംസാരിക്കും. നാവിൽ നിന്ന് വരുന്ന പദത്തിന്റെ പേരാ വാക്ക്, അതിന്റെ പേരാ വേട്. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. അടുത്ത വാക്ക് 4W ആയി. വൂണ്ട്, വണ്ടർഫുൾ, വർഷിപ്പ്, വേട്. അടുത്ത വാക്ക് വായിച്ചാട്ട് കുഞ്ഞ്.
ആ ദൈവസഭ എടുക്കപ്പെട്ടാലേ തീർത്തുള്ളൂ. 42 മാസം പ്രവർത്തിക്കുവാൻ അവൻ അധികാരം ലഭിച്ചു. അടുത്തത് അത് ദൈവത്തിന്റെ നാമത്തെയും, സാത്താൻ ആരാ? ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ ദൂഷിപ്പാൻ, ദൈവദൂഷണത്തിനായി. കറക്റ്റാണ് ദൈവദൂഷണം. ഗോഷ്കും അവന്റെ അപ്പനുമാ സാത്താൻ. കണ്ടോ? അടുത്ത 5ാമത്തെ ഡബ്ല്യൂടെ പറഞ്ഞു വചനത്തിൽ യുദ്ധം മതി. 5ാമത്തെ ഇംഗ്ലീഷ് വാർ. നമ്പർ 1 നമ്പർ 2 വണ്ടർഫുൾ, നമ്പർ 3 വർഷിപ്പ്, നമ്പർ 4 വേഡ്, നമ്പർ 5 5ാമത്തെ സംഭവം അവൻ യുദ്ധ കൊതിയൻ ഡബ്ല്യു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കമ്പ്യൂട്ടറിന് ഡബ്ല്യു, വെളിപ്പാടിനകത്ത് www വേൾഡ് വൈഡ് വെബ്സൈറ്റ്. ലോകം ഒരുവന്റെ കയ്യിലെങ്കിൽ വരാൻ പോന്നെങ്കിൽ 5W നിങ്ങൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇനി പലർക്കും ഒരു സംശയം വരും. 1ാമത്തെ ഭാഗത്തിന്റെ ഇടവേളയിലേക്ക് ഞാൻ പോകുന്നതിന് മുമ്പ് ആരാ എതിർ ക്രിസ്തു? ചിലര് പറയുന്നു സഖാവ് പിണറായി വിജയനാന്ന്. മേലാലങ്ങനെ ബന്ധിക്കോസുകാർ പറയരുത്. ചിലര് പറയുന്നു മോഡി സാറാന്ന്. ചിലര് പറയുന്നു വൈറ്റ് ഹൗസിൽ കയറിയ ബ്ലാക്ക് മാൻ ഒബാമയാന്ന്. ചിലര് പറയുന്നു പുട്ടിനാന്ന്. എവരാരുമല്ല ആന്റി ക്രൈസ്റ്റ്. മാർപ്പാപ്പയല്ല ആന്റി ക്രൈസ്റ്റ്. വഴിയൊരുക്കുന്നതേ ഉള്ളു. ബൈബിളിനകത്തുണ്ട്. ആദ്യം ആര് ദൈവസഭയെ ചേർക്കാൻ വരും? യാക്കോബ് കുഞ്ഞുങ്ങളെ വിളിച്ച് അനുഗ്രഹിക്കുമ്പോൾ 1ാമത്തെ ഭാഗം ഉൽപ്പത്തി 49:10. ബൈബിളെല്ലാം പഠിച്ചുകൊണ്ട് ഇറങ്ങാവൂ. ഉൽപ്പത്തി 49:10 വായിക്കാം. അവകാശമുള്ളവൻ. വായിച്ചോട്ടെ കുഞ്ഞെ. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 10ാമത്തെ വാക്യം. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകത്തില്ല. അപ്പൊ ആരാ ആദ്യം വരുന്നത്? യഹൂദാ ഗോത്രത്തിലെ സിംഹമായി, രാജാക്കന്മാരുടെ രാജാവായി കർത്താവ് മധ്യാകാശത്തിൽ വരും. പാലക്കാട്ടെ പെന്തിക്കോസുകാരോട് ഒരിക്കൽ കൂടി പറയുന്നു, ആന്റി ക്രൈസ്റ്റ് അവന്റെ അമ്മായിയപ്പനും അല്ല ആദ്യം ഇവിടെ വരുന്നത്. തന്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി കാന്തൻ മധ്യാകാശത്തിൽ വരും. അപ്പൊ ചിലര് പറയും ഇത് ഉപദ്രവമെന്ന്. ഉപദ്രവമല്ല. സഭയ്ക്ക് എല്ലാ കാലത്തും പീഡയുണ്ടായിരുന്നു. സ്വോത്രം. അതിന്റെ പീഡാകാലത്തിന് മുന്നോടി കാണുന്നതേയുള്ളൂ. സഭ എടുക്കട്ടെ, ആന്റി ക്രൈസ്റ്റ് വരൂ. അതാ യേശു പറഞ്ഞു, നോഗയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവിലും. നോഗയെ പെട്ടകത്തിനകത്ത് കയറി കൂറ്റിയിട്ടിട്ട് യെല്ലോയും മാംഗോയും പൈനാപ്പിളും ഓറഞ്ചും കര ഉയരുന്നില്ലല്ലോ ചായ. സ്വോത്രം. അതിന്റെ ബാക്കി എവിടെ വരുന്നത് എനിക്ക് സമയമില്ല. പറഞ്ഞു കഴിഞ്ഞാൽ 60 ദിവസം ഇവിടെ നിന്ന് പ്രസംഗിക്കേണ്ടി വരും. ലോത്തിനെയും കുഞ്ഞുങ്ങളെയും പിടിച്ച് എവിടെ കയറ്റിയെന്നറിയാമോ? കൈ പിടിച്ച് സോവയറിനകത്ത് കൊണ്ടുപോയി ഗേറ്റ് അടച്ച് കുറ്റിയിട്ടതിന് ശേഷം ആകാശത്തുനിന്ന് തീ ഇറങ്ങിയത്. അതുകൊണ്ട് ആന്റി ക്രൈസ്റ്റ് അവന്റെ അമ്മായിയപ്പനുമല്ല ആദ്യം വരുന്നത്. തന്റെ ചങ്കിലെ ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. യേശു പറഞ്ഞു, നോഗയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവിൽ, ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ 7 വർഷം ആര് ഭരിക്കും? മാർപ്പാപ്പയാന്നോ ഭരിക്കുന്നത്? അല്ലെങ്കിൽ പിണറായി ആന്നോ? അല്ലെങ്കിൽ മോഡി സാറാന്നോ? ആരാ അന്തിക്രിസ്തു? വായിക്കാവൂ. ഉൽപ്പത്തി പുസ്തകം 49:17 വരച്ചോണ്ട് ഇവിടെ നിറങ്ങാവൂ. ദാൻ വഴിയിൽ ഒരു പാമ്പും അടുത്തത് പാതയിൽ ഒരു സർപ്പവുമാകുന്നു. ദാ കിടക്കുന്ന ഇന്നത്തെ സിറിയയിൽ നിന്ന് എതിർ ക്രിസ്തു വരുന്നത് പറഞ്ഞു തരാം. എന്താ സിറിയ? 3 ലക്ഷം പേർ മരിച്ചു കഴിഞ്ഞു. ആഭ്യന്തര കലാപം. ഇന്ന് റഷ്യയുടെ കയ്യിലാണ് നിൽക്കുന്നത്. അവൻ എവിടെ കയറുമെന്നറിയാം? തുർക്കിക്കകത്ത് കയറും. യഹൂദന്റെ ജീനിൽ പറന്ന് കൺവേർട്ട് ചെയ്ത് ഒരുവനായിരിക്കും എതിർ ക്രിസ്തുവായി വരുന്നത്. അങ്ങനെയുള്ളവനെ യെരുശലേമിന്റെ ദൈവാലയം പണിയാൻ പറയത്തോളൂ. സ്തോത്രം. അതുകൊണ്ട് ഇനി മേളിലെങ്കിലും സഖാവ് പിണറായി, അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രി മോഡിജി, അമേരിക്ക കിടക്കുന്ന ഒബാമയെ നിങ്ങൾ പിടിക്കരുത്. ബൈബിൾ ക്ലിയർ. ദാൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവും. എതിർ ക്രിസ്തു അവനടുക്ക വാതിൽക്കൽ. അങ്ങനെയെങ്കിൽ ആദ്യം അവൻ ലോകത്തോട് സംസാരിക്കാൻ പോകുന്നു. അത് പറയുമ്പോൾ ഇടവേളയിലേക്ക് പോകാം. ബൈബിളിനകത്ത് 2 വെളിപ്പാടുകളുണ്ട്. ഒന്ന് പഴയ നിയമ വെളിപ്പാട്, ദാനിയേൽ പ്രവചനം, ബാബേലിന്റെ പ്രവാസത്തിനകത്ത് ഭക്തനായ ദാനിയേൽ. പുതിയ നിയമ വെളിപ്പാട്, പത്മോസിൽ യോഹന്നാൻ. അങ്ങനെയെങ്കിൽ ഇത് 2 ഇക്വലൻസിയാ വരാൻ പോകുന്ന കാര്യം. അതിനകത്ത് ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 7-8 വാക്യങ്ങൾ. സാത്താൻ ഇന്റർനെറ്റ് വഴി ലോകത്തോട് സംസാരിക്കാൻ പോകുന്നു. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 7-8 വാക്യങ്ങൾ വായിച്ചാട്ട് മക്കളെ. രാത്രി ദർശനത്തിൽ ഞാൻ
പിന്നെയും ഘോരവും ഭയങ്കരവും നാലാമത് അതിബലവുമുള്ള നാലാമതൊരു മൃഗത്തെ കണ്ടു. അവിടെ നിന്നാട്ട് വചനം പഠിച്ചുകൊണ്ട് ഇറങ്ങാവൂ. എന്താ മൃഗം? മൃഗം എന്ന് പറഞ്ഞാൽ ഭരണാധികാരിയാ. ഹേരോദാവിന് യേശുക്രിസ്തു വിളിച്ച ആ കുറുക്കനോട് പോയി പറയാം. അവൻ കുറുക്കനൊന്നും അല്ലായിരുന്നു, അവന്റെ സ്വഭാവം കണ്ട് വിളിച്ചതാ. സ്വത്രം. അതുകൊണ്ട് ആ ബൈബിളിന്റെ പ്രവചന ഭാഷ നാലാമതൊരു മൃഗം. കേട്ടോണേ സഹോദരന്മാരെ, നിങ്ങളെല്ലാം പഠിക്കണം. ഇത് പഠിക്കാതെ പാലക്കാട് BEdോ അല്ല BA ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി എടുക്കാൻ പറ്റത്തില്ല. ഇതാ ദാനിയേൽ കണ്ട സ്വപ്നം, നെബൂഖദ്നേസർ കണ്ട സ്വപ്നം. ദാനിയേൽ മഹാസമുദ്രത്തിന് നേരെ 4 കാറ്റടിക്കുന്ന ഞാൻ കണ്ടു. തമ്മിൽ ഭേദിച്ച് നിൽക്കുന്ന 4 മഹാമൃഗങ്ങൾ. ഒന്ന് തല തങ്കം കൊണ്ട്, അതാ ബാബേലിന്റെ ചക്രവർത്തി. നെഞ്ചും കൈയും ആരാ? ദാര്യാവേശും കോരശും. വായിൽ 3 പല്ലുണ്ടായിരുന്നു, മായിൽ 3 എല്ലുകളെ കടിച്ചു. ലിബിയ, ഈജിപ്റ്റ്, ജോർദാൻ. മൂന്നാമത്തെ ഭരണമായിരുന്നു ഗ്രീസിലെ ഒറ്റക്കൊമ്പൻ അലക്സാണ്ടർ. 4 കമാൻഡേഴ്സ്, കസാന്തീസ്, സെലൂക്കസ്, ലിസിമാക്കസ്, ടോളമി. അവൻ പോയി. അതിനുശേഷം വന്നു റോമാ സാമ്രാജ്യം, ഇരുമ്പും കളിമണ്ണ്. 200 വർഷം ഇന്ത്യയെ ഭരിച്ച റോമിൽ നിന്ന് 1947 ഓഗസ്റ്റ് 14 ബ്രിട്ടന്റെ കോളനി വാഴ്ചെന്ന് നാം പുറത്തായത്. ഇന്നത്തെ ഇവിടുത്തെ ഭരണമാ ഇരുമ്പും കളിമണ്ണ്, ജനാധിപത്യ ഭരണം. എത്ര ക്ലിയറാ ബൈബിൾ, മനസ്സിലായിക്കോണം. ഇതെല്ലാം പ്രവചനം. ഈ CPM ഒറ്റയ്ക്കല്ല, സഖ്യകക്ഷി. കേന്ദ്രത്തിൽ BJP ഒറ്റയ്ക്കല്ല, എല്ലാ സ്ഥലത്ത് തമിഴ്നാട്ടിലെ DMK ഒറ്റയ്ക്കല്ല, ഇവരെല്ലാം കൂട്ടുകക്ഷി ഭരണം. അതാ ഇരുമ്പും കളിമണ്ണ്. അത് കഴിഞ്ഞാൽ വരാൻ പോകുന്നു 10 കൊമ്പ്. മോള് വായിച്ചാട്ടെ അടുത്ത വാക്യം. രാത്രി ദർശനത്തിൽ ഘോരവും ഭയങ്കരവും നാലാമതൊരു മൃഗത്തെ ഞാൻ കണ്ടു. വായിച്ചു അടുത്ത വാക്ക്. അതിന് വലിയ ദാനിയേൽ 7:7 വായിച്ച ഭാഗം മാറ്റരുത്. അല്ല ഓരോന്ന് ക്ലിയർ ആയി കൊടുക്കണം, നമുക്ക് ഓടിപ്പാൻ പറ്റത്തില്ല. അതിന് വലിയ ഇരുമ്പ് പല്ല് ഉണ്ടായിരുന്നു. റോമാ സാമ്രാജ്യം മടങ്ങി വരെ യൂറോപ്യൻ യൂണിയൻ അമേരിക്കയെ മാറ്റിക്കൊണ്ട് അടുത്തത് അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാലുകൊണ്ട് ചവിട്ടിക്കളഞ്ഞു. ഇന്നത്തെ ഭരണകൂടങ്ങളെ മുഴുവൻ എതിർ ക്രിസ്തു ചവിട്ടിക്കളയും. അവന്റെ റൂട്ട് എവിടുന്ന? വായിക്കാൻ അടുത്ത വാക്ക്. അതിന് മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് നെപ്പോളിയൻ, ഹിറ്റ്ലർ, മുസോളിനി, ലോകത്തെ വിറപ്പിച്ച വീരന്മാരിൽ വെച്ച് ഇത് വ്യത്യാസമുള്ള ഒരു ഭരണാധികാരി ഉലകത്തിൽ വരാൻ പോവാ. ദാനിയേലിന്റെ ദർശനം. അടുത്ത വാക്ക്. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. കിടക്കുന്നു. വെളിപ്പാടിൽ യോഹന്നാൻ 10 കൊമ്പ്, അതുപോലെ ദാനിയേലിൽ 10 കൊമ്പ്. ഇന്ന് രാത്രി നിങ്ങൾ പറയണം, 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് യോഹന്നാൻ ഇതെഴുതിയ, അവൻ ജനിക്കുന്നതിന് 600 കൊല്ലം മുമ്പ് പ്രിയ പുരുഷനായ ദാനിയേൽ ഇതെഴുതിയ. 2 പേരും 10 കൊമ്പ് കണ്ടെങ്കിൽ ഇതാ ബൈബിളിന്റെ തനിമ, ഇതാ ബൈബിളിന്റെ നൈർമല്യത, ഇതാ ബൈബിളിന്റെ വൈശിഷ്ട്യത. തങ്ങളിൽ കാണാത്ത, ഹല്ലേലൂയ, 1400 വർഷങ്ങളിൽ തങ്ങളിൽ കാണാത്ത 40-ൽ പരം എഴുത്തുകാർ, ആട്ടിടയന്മാര്, മീൻ പിടിക്കാൻ പോയമാര്, പൊക്കുവന്മാര്, വ്യത്യസ്ത സമയങ്ങളിൽ മുട്ടുമടക്കിയപ്പോൾ സ്വർഗത്തിലെ ദൈവം അരുളപ്പാട് കൊടുത്ത ഉയരത്തിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന സത്യവചനമാ ഇന്ന് രാത്രി നമ്മുടെ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ട് പറയാ, വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. ഇതെടുത്തവന്റെ തലമുറ എന്റെ ദൈവത്താൽ മാനിക്കപ്പെടും. ഇത് ജീവന്റെ വചനമാ, ജീവനുള്ള വചനമാ. വചനം കേൾക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇനി അടുത്ത കാര്യം ബൈബിൾ പ്രവചനം. അടുത്ത വാക്ക് വായിച്ചിട്ട് കുഞ്ഞെ, അടുത്ത വാക്ക്. ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു. ഇതിന്റെ പേരാ എതിർ ക്രിസ്തു, തുമ്പുകെട്ട ഇടയൻ നാശയോഗ. ഇതിന്റെ നടുവിൽ നിന്ന് സിറിയയുടെ അനുമതിയോടുകൂടി തുർക്കിയിൽ കയറി, ഇറാന്റെ കയ്യൊപ്പോടുകൂടി, ഇറാഖിന്റെ ISന്റെ മിലിറ്ററിയോടുകൂടി തകർന്നു കിടക്കുന്ന യൂറോപ്യനായ ഗ്രീസിൽ കൂടി കടന്നു വന്ന് ഉലകത്തെ ഒരുവൻ ഭരിക്കും. അവന്റെ പേരാ ന്യൂ വേ വേൾഡ് ഓർഡർ. സ്വർഗത്തിന് 3 ഘടകമുണ്ട്. പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു, കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ്. എതിർ ക്രിസ്തു 1 സാത്താൻ, 2 കള്ളപ്രവാചകൻ, 3 മൃഗം. 3 കേന്ദ്രങ്ങളിലായത് ഭരിക്കുന്നത്. കള്ളപ്രവാചകൻ റോമിനെ നോക്ക്. 2 ഈ എതിർ ക്രിസ്തുവിന്റെ ഭരണം മെഗിദോ താഴ്വരയിലേക്ക് വരാം. 3-ാമത്തേത് അവന്റെ വ്യാപാര ശൃംഖലയ. ഇറാഖിൽ വരുന്നു മഗദിയാം ബാബിലോൺ, ട്രേഡ് ബാബിലോൺ. ഇതൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസം എടുക്കുമെന്നറിയാം പ്രിയപ്പെട്ട ദൈവമക്കളെ. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകൾ. വായിച്ചിട്ട് മോളെ അടുത്ത വാക്ക്. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 പേരോടെ പറഞ്ഞുപോയി. ഇന്നത്തെ 3 ഭരണത്തെ ആ പ്രവചനം കാണിക്കുന്നത്. 1 ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നത്തെ ഭരണം ഷേഖുമാരുടെ ഭരണം, അതിനെ വിളിക്കുന്ന രാജാധിപത്യ ഭരണം. ഇന്ത്യയിലെ ഭരണം, അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഭരണം ജനാധിപത്യ ഭരണം. അത് അവിടെ നിൽക്കട്ടെ. അതിൻ്റെ അപ്പുറത്ത് 3-മതൊരു ഭരണം ഇവിടെ വരുന്നുണ്ട്. ഏകാധിപതികൾ. മിണ്ടുന്നില്ലല്ലോ. അന്ത്യകാലത്തെ ഏകാധിപതികൾ. പറയാം, തിമത്തിയോസിന്റെ ലേഖനം എഴുതിയിട്ടുണ്ട്, വീട്ടിൽ ചെന്ന് വായിക്കണം. 2 തിമത്തിയോസ് 3:1-2-3. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ, മനുഷ്യർ സ്വസ്നേഹികൾ, വമ്പ് പറയുന്നവർ, അജിതേന്ദ്രന്മാർ, ഇണയില്ലാ പിണ കൂടുന്നവർ. അതിന്റെ ബാക്കി ഒരു സാധനം എഴുതിയിട്ടുണ്ട്, ഉഗ്രന്മാർ. കേട്ട വല്ലവരും ഉണ്ടോ? സ്വോത്രം. കസേരയെന്ന് വിടാത്ത ഭരണാധികാരികൾ.
സ്വപ്നയുടെ സ്വർണ്ണക്കേസ് വന്നപ്പോൾ പാലക്കാട് സഖാക്കളും തിരുവനന്തപുരത്ത് സഖാക്കളും നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനോട് പറഞ്ഞു ചോർത്തി കൊടുത്താലും കുഴപ്പമില്ല, എൻ്റെ കൂടെ പഠിച്ചവരാ CPM സംസ്ഥാന കമ്മിറ്റി ഇരിക്കുന്നത്, സാറൊന്ന് മാറിയിക്കാൻ. അന്നേരം സഖാവ് പറഞ്ഞു ആർക്കാ ഞാൻ മാറണ്ടേന്ന്. എല്ലാം തീർന്നു. സ്വോത്രം ശരിയായി. സ്വോത്രം ദാണ്ട് തിരുവനന്തപുരം മൊത്തം ബോർഡ് എഴുതി, അടുത്തത് ആനേവാല ചുനാവോമേ വായോ ബഗനോമേ ആയേക. ആരാ പറഞ്ഞത്? ഹിന്ദി തോടാ പടോ ബായി. പാലക്കാടിൽ നിന്ന് കട്ടൻ ചായ ഇട്ടണ ഹിന്ദി പഠിക്കണം. സ്വോത്രം റെഡിയായില്ലേ? അടുത്ത തെരഞ്ഞെടുപ്പിന് ഞാൻ വരുമെന്ന്. സ്വോത്രം ഇപ്പം തന്നെ ബോർഡ് എഴുതി, ഇലക്ഷൻ പ്രഖ്യാപിച്ചില്ല, സ്ഥലത്ത് എഴുതിയേക്കുന്ന അടുത്തത് മോഡി സാർ ഇന്ത്യയെ നയിക്കുമെന്ന് സകല സ്ഥലത്തും എഴുതി കഴിഞ്ഞു. സ്വോത്രം ഏകാധിപതികൾ. റഷ്യയുടെ പ്രസിഡന്റ് പുട്ടിന അവനോട് കസേരയെന്ന് മാറാൻ പറയാ തോക്ക് കയ്യിലെടുക്കുക ചായ. സ്വോത്രം അടുത്ത ചൈനയുടെ ഷീ ജിൻപിങ് ആരെങ്കിലും നോക്കിയാൽ അവൻ റെഡിയാക്കും. അടുത്ത കൊറിയയിലൊരു ഭരണാധികാരി ഉണ്ട്, അതായി അമ്മച്ചിമാർ കുഞ്ഞുങ്ങളെ പേടിപ്പിക്കുന്ന കിങ് ജോങ്. സ്വോത്രം അവനെ കണക്ക് പേടിയുള്ള കുഞ്ഞുങ്ങൾ അമ്മച്ചിമാർ വൈകിട്ട് കൊച്ചുങ്ങളോട് പറയും കിങ് ജോങ് വരുന്നെന്ന്, പിന്നെ കുഞ്ഞുങ്ങൾ മിണ്ടിയല്ല. സ്വോത്രം അവന് അതുപോലെ അന്ത്യകാലത്ത് ഏകാധിപതികൾ വരും. എത്ര ക്ലിയറാ അതാകണ്ട്. ആണ്ട് 3 എണ്ണത്തിന് രാജാധിപത്യം, ജനാധിപത്യം, ഏകാധിപത്യം.